ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സ്കൂൾ സപ്ലൈസിൻ്റെ ബ്ലൈൻഡ് ബാഗാണ്. രണ്ട് സീരീസ് ഉണ്ട് ഗായ്സ്. ഇവിടെ സീരീസ് 1ഉം സീരീസ് 2ഉം ഉണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. അതിൽ സീരീസ് 2 ആയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റത്തെ സീരീസ്. അപ്പോൾ നമുക്കിനി സീരീസ് 1 പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സീരീസ് 1 ഇവിടെ എഴുതി വെച്ചേക്കുന്നത് 100 രൂപയിലാണ്. അതെന്തിനാണ് അവിടെ എഴുതി വെച്ചതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് കോമൺ ഉണ്ട്, റെയർ ഉണ്ട്, എപ്പിക് ഉണ്ട്, ലെജൻഡറിയും ഉണ്ട്. എനിക്ക് ലെജൻഡറി കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പം നമുക്കിത് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ അകത്തൊരു നോട്ടുണ്ട്. ഓക്കെ, യു ഗോട്ട് ലെജൻഡറി ആകണേ. എനിക്ക് ലെജൻഡറി കിട്ടിയേ. ഓക്കെ, എനിക്ക് ലെജൻഡറി കിട്ടി. അപ്പോൾ ലെജൻഡറിക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് ഈ ഒരു കുഞ്ഞു പാക്കറ്റുണ്ട്. ഈ കുഞ്ഞു പാക്കറ്റിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നമുക്കിപ്പോൾ നോക്കാം. നിങ്ങൾ വെച്ച് നോക്കിക്കുക എന്തുണ്ടെന്ന്. ഇതൊരു ക്യൂട്ട് ഹലോ കിറ്റിയുടെ പേരെയാണ് ഗൈസ്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഹലോ കിറ്റി എന്ന്. ഇതെന്തിങ്കാന്ന് നോക്കാം. ഗൈസ്, ഇത് ബ്ലാക്ക് ഇങ്കാണ്. എനിക്ക് ബ്ലാക്ക് ഇങ്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഇത് നല്ലതാണ്. ഞാൻ ഈ ഒരു പേനയ്ക്ക് ഒരു 9/10 9.5 ഞാൻ കൊടുക്കാം. അപ്പോൾ അടുത്ത പാക്കറ്റിന് എന്തുണ്ടെന്ന് നോക്കാം. ഇത് ഇച്ചിരി വലുതാണ്. അപ്പം എനിക്ക് എന്തോ ഒരു സംശയമുണ്ട് ഇതിനകത്ത് എന്തായിരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കിച്ചാൽ ഇതിനകത്ത് എന്തുണ്ടെന്ന്. ഓ ഗൈസ്, നോക്കിക്കാൻ നമുക്ക് സ്റ്റിക്കി നോട്ട്സ്, പോസ്റ്റിറ്റിൻ്റെ സ്റ്റിക്കി നോട്ട് പാഡ് കിട്ടി. ഗൈസ്, ഇത് വളരെ കൊള്ളാം. എനിക്ക് സ്റ്റിക്കി നോട്ട് സ്കൂളിനൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പം ഇതിന് ഞാനൊരു 6/10 കൊടുക്കാം. ഞാൻ അത്ര ഉപയോഗിക്കാറില്ല ഇതൊക്കെ, പക്ഷേ ഞാൻ ഉപയോഗിക്കാം. അപ്പം ഈ സീരീസ് 1 അത്രയുമുള്ളൂ. നല്ലതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ട സീരീസ് 1 അതൊക്കെയാണ്, അത്ര ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് സ്കൂൾ സപ്ലൈസ് ബ്ലൈൻഡ് ബാഗ് സീരീസ് 2 ആണ്. അപ്പോൾ സീരീസ് 2 ആണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. പുറകിൽ പിന്നെ കോമൺ കണ്ടത് ഇവിടെ കോമൺ ഉണ്ട്. ഇത് ഞാനിപ്പോൾ കണ്ടതാണ്. ഇവിടെ യെല്ലോ കളർ കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി. ഈ തവണ എനിക്ക് റെയർ കിട്ടിയാൽ കുഴപ്പമില്ല. ഈ 3 എനിക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. കോമൺ കിട്ടിയാൽ എനിക്ക് അത്ര ഇതല്ല, ഇത് സന്തോഷമില്ല. അപ്പോൾ ഇപ്പോഴൊക്കെ നോക്കണ്ടുണ്ട്. ഓ, എപ്പിക്കാണ് നമുക്ക് കിട്ടിയ ഗൈസ്. നോക്കിക്ക്, എപ്പിക്ക് ഇവർ ഈ തവണ അവർ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. ഇത് അതെന്തിനാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കിനി പൊട്ടിച്ചു നോക്കാം. ഇത് ഭയങ്കര വലുതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ വലിയ സാധനങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നോക്കാം വലിയ വലിയ സാധനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമുക്ക് ഈ ഒരു കുഞ്ഞ് പാക്കറ്റ് നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഇത് വളരെ കുഞ്ഞാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത്. ഇത് പിങ്ക് കളറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് ഇതൊക്കെ മനസ്സിലായിട്ടില്ല. ഗൈസ്, ഇത് കൊള്ളാലോ. എനിക്കിത് ഈ എന്തോ സാധനങ്ങൾ കിട്ടി. ഇത് ഞാൻ പലതവണ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫ്ലവർ ഹട്ട് ഈ ഒരു സ്പേസിൻ്റെ അകത്ത് നമ്മളെടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ എടുത്ത്
സ്റ്റാപ്ലർ എടുത്ത് അടിക്കണം. ഇത് വർക്ക് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇത് വർക്കാണില്ല ഗൈസ്. അപ്പം അത് കുഴപ്പമില്ല. നമുക്ക് സ്മൈലി ഫിഗറിൻ്റെ ഒന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇത് വർക്ക് ചെയ്തായിരുന്നു, പക്ഷെ കാണിക്കാൻ കഴിയത്തില്ല. മറ്റേ ഒരു വേറെ ഇതുണ്ട്, ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് വർക്ക് ചെയ്ത്. അപ്പം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതങ്ങനെയാണ് വർക്ക് ചെയ്ത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ വരും. അത് വളരെ ക്യൂട്ടാണ്. ഉടുപ്പൊക്കെ വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് ഞാനൊരു എല്ലാം കൂടെ കൂട്ടിയാൽ ഞാനൊരു 5 കൊടുക്കാം. ഇതിനൊരു 3. ഇത് 2 ആകും. അതെനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇത് 1 2 പിന്നെ വേറെ 2 ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 5 പറഞ്ഞിട്ട് അത് ഇനി അടുത്തതുള്ളത് നമുക്കിതേ ഇത് കുറച്ച് വലുതാണ്. ഇതായിരിക്കും ഇതെല്ലാം കൂടെ വലുതാക്കും. ഇപ്പം നല്ല സ്ലിമ്മായി മാറിയതുകൊണ്ട് ഇത് കൊള്ളാം. ആക്ച്വലി ഇത് തുറക്കുമ്പോൾ എന്താ വേനലുണ്ടാവുമല്ലോ തന്നെ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് എന്ത് കിട്ടിയതിൻ്റെ അകത്ത്. Oh my god, ഇത് കണ്ട ഗൈസ്, പല ടൈപ്പ് നമുക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് ആക്ച്വലി വർക്ക് ചെയ്യുമായിരിക്കും. ഇത് ബ്ലൂ കളറ്, ഇതൊരു വേറെ ബ്ലൂ കളറ്. ഈ പിങ്ക് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. പിങ്ക് ആക്ച്വലി പിങ്കായിട്ട് വരും ഗൈസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിങ്കായിട്ട് വന്നതിന് അപ്പോൾ ഇതിന് ഞാനൊരു സോളിഡ് 9 കൊടുക്കാം. ഇത് 9 കൊടുക്കാൻ പറ്റണ ഒരു സാധനമാണ്. ഇതിന് ഒരു 9 കൊടുക്കാൻ കഴിയാതെ ഇത് നല്ല കളറിലൊക്കെ വരും. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പല പർപ്പിളൊക്കെ ഉണ്ട്. പർപ്പിള് ഞാനൊരു തവണ എനിക്ക് ട്രൈ ചെയ്തൊരു വീഡിയോ ഇടാം. അതൊരു ലാസ്റ്റത്തെ നമുക്ക് നോക്കാം. ഇതാണ് ലാസ്റ്റത്തെ. ഇതാണ് ഏറ്റവും വലുത് എനിക്ക് പറയേണ്ടത്. എനിക്ക് ആക്ച്വലി ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഇത് കൊള്ളാലോ ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇത് വേണ്ട ഒരു സിഗ്സാഗ് വഴി കത്രിക. അത് നമുക്ക് ഇപ്പോൾ ഒരു ടെസ്റ്റിനൊക്കെ വേണ്ടി വെച്ചേക്കാം. ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നടക്കാൻ കഴിയാത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെടുത്ത് ഞാനത് ഇങ്ങനെ കട്ട് ചെയ്യാം. ആക്ച്വലി ഗൈസ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സിഗ്സാഗ് വഴി കട്ട് ചെയ്ത്. ഇത് ഒരു വേവി വഴിയാണ്. ഇത് ഇങ്ങനെ പറയുന്നത്. ഇതാണ് ഒരു ഇത്. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ ആക്ച്വലി ഗൈസ് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് വർക്ക് ചെയ്യണത് ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ എനിക്കൊരു ഉപയോഗം ഉണ്ടായിട്ട് എൻ്റെ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ അസൈൻമെൻ്റൊക്കെ ചെയ്യുമ്പോൾ വലിയ ഉപകാരം ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്ത് എൻ്റെ ഹുഡി എന്തിനാണ് ഇങ്ങനെ ഇട്ടേനെ. ഓക്കെ, പിന്നെ ഇതുണ്ട് എനിക്ക്. ഇതെന്തിനാ? ഇത് വളരെ വ്യത്യാസമായിട്ടുള്ള കാര്യമാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് വർക്ക് ചെയ്യത്തില്ലെന്ന്
ആക്ച്വലി ഇത് വർക്ക് ചെയ്തത് ഇങ്ങനെയാണ് അത് പോകുന്നത്. ഇത് സിഗ്സാഗ് പോലെയാണ്, പക്ഷെ അതിങ്ങനെ സിഗ്സാഗ് തന്നെയല്ല. പിന്നെ വേറെ ഉള്ളത് അത് ഇങ്ങനെ ഇതിങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കും. ഓ വാവ്, ഇത് ആക്ച്വലി വർക്ക് ചെയ്യും ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എനിക്ക് പറയാൻ കഴിയണ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്തു. ഇത് കണ്ടോ ഗൈസ്, ഇത് ക്യൂട്ടായി വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കഴിയുന്നത് ഇതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഇത് ഞാൻ 10 out of 10 ആയിരിക്കും. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഉപകാരം ഉണ്ടാക്കി. ഞാനിത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിച്ചേക്കും. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.